എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കാർഷിക ID ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ വീടുകളിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ അല്ലെങ്കിൽ കാർഷിക ലോണുകൾ അല്ലെങ്കിൽ കൃഷിഭൂമി ഉള്ളവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കർഷക രജിസ്ട്രിയിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ നിർവഹിക്കേണ്ടതാണ്. ഇവിടെ ഒരു കർഷക ID നമുക്ക് ജനറേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ കർഷക ID ഉപയോഗിച്ചുകൊണ്ടാണ് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ വിവിധ സബ്സിഡീസ് പ്രോഗ്രാമുകൾക്കും സർക്കാരിൻ്റെ സാമ്പത്തിക ധനസഹായത്തിനുള്ള അപേക്ഷകൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. കർഷക ID ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയുമായിട്ട് നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിൽ എത്തിച്ചേരേണ്ടതാണ്. കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ കർഷക സുഹൃത്തുക്കളും കൃഷിഭൂമിയുള്ളവരും ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് കണക്കാക്കി കർഷക ID ജനറേറ്റ് ചെയ്ത് എടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഈ വിവരം ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.